ഫിഷ്. ഞാനിവിടെ ഇവിടെ ഒരു 700 ഗ്രാം ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നെയ്മീനാണ്. നന്നായി വാഷ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്തെടുക്കണം. നെയ്മീൻ 700 ഗ്രാം. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള മസാലകൾ. ഇത് 1/2 കപ്പ് തേങ്ങ വറുത്തെടുക്കണം നമുക്കിതെല്ലാം ഒന്ന്. പിന്നെ മുളക് ഒരു 4-5 മുളകുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് മല്ലിയുണ്ട്. പിന്നെ മഞ്ഞൾ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന മഞ്ഞളാട്ടോ. ഇതിങ്ങനെ കീറിയിട്ട് ഉണക്കും, എന്നിട്ട് മില്ലി കൊടുത്ത് പൊടിപ്പിക്കും. നല്ല മഞ്ഞളായിരിക്കും. പിന്നെ ഇത് കുറച്ച് ചെറിയ ഉള്ളി, അപ്പോൾ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. വെളുത്തുള്ളി ഒരു തുട വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ തന്നെ ചെറിയ ഉള്ളി ഒരു 5-10 ചെറിയ ഉള്ളിയുണ്ട്. ഇതെല്ലാം പാടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. കടായി വെച്ചിട്ട് വറുത്തെടുക്കാം. കടായിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ വെക്കാം. തേങ്ങ ഒന്ന് മൂക്കട്ടെ, അല്ലെങ്കിൽ തേങ്ങക്കൊരു മധുരം വരും. അപ്പോൾ അതൊന്ന് മൂത്താൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ചിരകിയിട്ട് എടുക്കട്ടെ തേങ്ങ. ഇത് പിന്നെ കുറച്ച് ചിരകാൻ വെച്ചപ്പോൾ അത് അടർന്നു വന്നപ്പോൾ ഞാൻ അങ്ങനെ പീസാക്കിയിട്ട് എടുക്കുന്നതുള്ളൂ. അതിന് മുളകെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ എടുത്ത് മസാലയൊക്കെ അതിലിട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞളും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. മല്ലി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. കണ്ട മല്ലി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. നമുക്കത് ചൂടാറിയിട്ട് അരച്ചെടുക്കാം. നമുക്ക് ആദ്യം ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഈ വറുത്ത് വെച്ചതൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം പൊടിച്ചെടുക്കാം, എന്നിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്തിരി നല്ല ജീരകം, പെരുംജീരകം ചേർക്കാനുണ്ട്. ഇത് പെരുംജീരകം, സനൽസി, അതും ചേർത്തിട്ട് നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കാം. എന്നിട്ട് അരച്ചെടുക്കാം. അപ്പോഴേ അത് ശരിക്കും അരഞ്ഞിട്ടുള്ളൂ. ഇത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. നമുക്കിത് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ കറിച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് കൊടുക്കാം. ഓയിൽ നല്ല ചൂടായ കടുക് നല്ലോണം പൊട്ടിക്കും. കടുക് പൊട്ടാഞ്ഞാൽ എന്താ പറയുക, കറിയൊന്നും ടേസ്റ്റും ഉണ്ടാവില്ല, നല്ലതുമല്ല. കുറച്ച് ഒരു 1/4 കപ്പ് ഉലുവ, നല്ലോണം എണ്ണ ചൂടായ വേഗം പൊട്ടിക്കോളും. ഒരു കുറച്ച് ഉള്ളി അരിഞ്ഞെടുത്തതാണ്. സവാള ഒന്ന് നോക്കാം, ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ മരിഞ്ഞാണ്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് വെക്കാം. തക്കാളി നന്നായി വേവണം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്തുകൊണ്ട് നമുക്ക് അരപ്പൊഴിച്ച് വെക്കാം.
ഇത് പുളിവെള്ളം. കുടംപുളി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യം പോലെ ഇടാവുള്ളൂ, കൂടി പോകണ്ട. നോക്കിയിട്ടൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുക്കുക. പച്ചമുളക്, ഒന്ന് തിളച്ച് വന്നിട്ട് മീനിട്ടെടുക്കാം. മൂടിക്കൊടുക്കാം. നമ്മൾ മീൻകറി നല്ലോണം തിളച്ചെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമ്മളേക്ക് മീനിട്ട് കൊടുക്കാം. മീൻ എപ്പോഴും നന്നായി വാഷ് ചെയ്യണം. ഇനി മീൻ വെന്തിട്ടിട്ട് ഉപ്പും മുളിയൊക്കെ കണക്കാണ്. മീൻ വേവണം. അപ്പോൾ നമ്മളെ കറി തയ്യാറായി. ഇങ്ങനെ നമുക്ക് ചോറിൽ ഒഴിച്ച് കൂട്ടേണ്ട രീതിയിലാണ് ഇതുള്ളത്. ഉണ്ടോ? ചോറിനോ ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും കൂട്ടിയെടുക്കാം കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കുറച്ചിങ്ങനെ കുഴിയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറി കേട്ടോ. ഇത് നമ്മൾ മീൻ കറി ഇവിടെ തയ്യാറാക്കി കുറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ നെയ്മീൻ വെച്ച് അയക്കൂര, അപ്പോൾ തന്നെ ഓലി, പിന്നെ വലിയ അയില കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ചെമ്മീൻ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞണ്ട്, ക്രാബിലെ ഒക്കെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടോ? ഇതുപോലെ വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ബൈ.